എന്താന്നറിയോ? പിണറായി വിജയൻ സർക്കാരിന് ഇത്രയും വലിയ പണി കിട്ടാൻ എന്താ കാരണം? ഞാൻ പറഞ്ഞു, തന്ത്രിപ്പണിയേക്കാൾ നല്ലത് തോട്ടിപ്പണിയാണെന്ന് ഒരു മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ പ്രവേശിക്കാൻ ഏത് യുവതി വന്നാലും പോലീസ് സംരക്ഷണം കൊടുക്കും. നമ്മുടെ മുഖ്യം പറഞ്ഞതാ. അയ്യപ്പനും മാളികപ്പുറവുമായുള്ള കല്യാണം കഴിഞ്ഞു. സ്വരാജ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചാൽ ശബരിമലയിൽ എത്ര സ്ത്രീകളെ വേണമെങ്കിലും കയറ്റും. നമ്മളെ മണി MM മണി ശബരിമലയിൽ എത്രയോ തവണ സ്ത്രീകൾ കയറി, നിങ്ങൾ കാണാഞ്ഞിട്ട മണി പിന്നി. ഒറ്റ തവണ സ്ത്രീ കയറിയാലേ ഹർത്താലുള്ളോ, രണ്ടാമതും പെണ്ണുങ്ങൾ കയറിയാൽ വേണ്ടേ? പിണറായി, ശരണം വിളിയല്ല, നാമജപം. ശരണം വിളി അനുവദിക്കാൻ പറ്റില്ല. മുഖ്യൻ നവോത്ഥാനത്തിന്റെ ഭാഗമായി ഇസ്ലാമിലേക്ക് മതമാറ്റം നടത്തുക. KN കുഞ്ഞാമ്മദ്. ശബരിമലയിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പുനഃപരിശോധനാ ഹർജിക്കും പോകില്ല. മുഖ്യം പിന്നെ സ്ത്രീകൾ ഈറനോട് അമ്പലത്തിൽ പോകുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാണ്. ശ്രീമതി ടീച്ചർ, തെറിജപമാണ് ശബരിമലയിൽ നടക്കുന്നത്. തോമസ് ഐസക്, ശബരിമലയിൽ യുവതികളെ കയറ്റിയതുപോലെ പള്ളി വിഷയത്തിൽ CPM നിലപാടെടുത്തിട്ടില്ല. തോമസ് ഐസക്. ചിദാനന്ദപുരി സ്വാമികളുടെ അച്ഛനെ വിളിച്ചു ഒരു CPM അംഗം. സരസ്വതി ദേവിയെ നഗ്നയാക്കി വരച്ചത് SFIക്കാരാണ്. പ്രളയ ദുരിതത്തിന്റെ ഭാഗമായി എല്ലാ ക്ഷേത്രങ്ങളും നിർബന്ധമായും സംഭാവന നൽകണമെന്ന് പറഞ്ഞു പിണറായി. പമ്പ നിലയ്ക്കൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു പിണറായി. പാർത്ഥസാരഥി ക്ഷേത്രം പോലീസ് പിന്തുണയോടെ പിടിച്ചെടുത്തു നമ്മുടെ സർക്കാർ. 50,000-ഓളം കേസ് അയ്യപ്പന്മാർക്കെതിരെ ചാർജ് ചെയ്തു പിണറായി സർക്കാർ. എവിടെന്ന് രക്ഷപ്പെടാനാ? ശബരിമലയിൽ അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള അവകാശം നിഷേധിച്ചു. കഴിഞ്ഞില്ലേ പണി? അമ്മമാരുടെ തലയ്ക്ക് ലാത്തിക്കടിച്ചത് ആരാ? പിണറായിയുടെ പോലീസ്. അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല. MA ബേബി. പോളിറ്റ് ബ്യൂറോ. കാലടിയിൽ യുവതീ പ്രവേശനം പ്രതീകാത്മകമായി നടത്തിയത് SFI. അമ്പലത്തിന് മുന്നിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയത് നമ്മളെ ഡിഫിക്കാരെ. പത്മനാഭസ്വാമി ക്ഷേത്രം പിടിച്ചെടുക്കാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരുന്നത് പിണറായി സർക്കാർ. നിങ്ങൾ ആലോചിച്ചു എങ്ങനെ ഇവർ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുക? ഈ ദുരിതത്തിൽ വീണ് ചാവുക എന്നല്ലാതെ ഒരു രക്ഷയില്ല. ഔട്ട്.